ഈ കാട്ടാനകളെ മയക്കുടി വെച്ച് തളച്ച് വണ്ടിയിലേക്കൊക്കെ കയറ്റാനാണ് കുങ്കിയാനകളുടെ സഹായമെങ്കിൽ ഇതിപ്പോൾ കടുവയെ തിരയാനാണ് കുങ്കിയാന ഇറങ്ങി നടക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, ഇത്തരത്തിൽ കടുവയെ തിരയാൻ കുങ്കിയാന ഉപയോഗിക്കുന്ന രീതി നേരത്തെ അറിവുള്ളതാണോ നമുക്ക്? തീർച്ചയായും ഹാഷ്മി, ഇത് ഒരു ദൗത്യത്തിൽ മാത്രമല്ല. നേരത്തെ വാഗേരിയിൽ സമാനമായ രീതിയിൽ തന്നെ വാഗേരിയിൽ പ്രജീഷ് മരിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പ്രജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം 16 ദിവസമാണ് അവിടെ ദൗത്യം നടന്നത്. അതിനിടയിലാണ് അവിടെയും കുങ്കിയാനയെ എത്തിക്കുന്ന നില തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ആ സംഭവം നടന്ന സ്ഥലം, ആ സ്ഥലത്തേക്കാണ് ഈ ആനയെ കൊണ്ടുപോകുന്നത്. ആ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഹാഷ്മി. ാണ് എത്തിയിരിക്കുന്നത്. വിക്രം, ഭൂതകാലത്തിൽ അക്രമിയായ ഒരു കാട്ടാനയാണ്. കോന്നി സുരേന്ദ്രനും വരുന്നുണ്ട്. ഇത്തരത്തിൽ കടുവകളെ തിരയാനുള്ള ദൗത്യത്തിൽ കുങ്കിയാനകളെ കൂടി ഫലപ്രദം ഉപയോഗിക്കാം എന്നത് ഒരുപക്ഷെ അധിക ദൗത്യം നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഇതിപ്പോൾ പുൽപ്പള്ളി അമരക്കുനിയിലാണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കടുവയെ പിടിക്കാനുള്ള ശ്രമം ഊർജിതമായി പുരോഗമിക്കുന്നത്. അവിടെ കടുവ ഇപ്പോഴും ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. വനം വകുപ്പ് അവിടെ ഇതൊക്കെ എന്താണ് അനൗൺസ്മെൻറ്റ്, ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന അനൗൺസ്മെൻറ്റൊക്കെ അവിടെ നൽകുന്നുണ്ട്. തെരച്ചിലിനായി മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളായ വിക്രമിനെയും സുരേന്ദ്രനെയും അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. കണ്ടെത്തിയ ഡോക്ടർ അരുൺ സക്കറുടെ നേതൃത്വത്തിൽ കടുവയെ മയക്കോടി വയ്ക്കാനാണ് നീക്കം. അതിനിടയിലാണ് കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള ഇത് തിരയാനാണ്, ഈ കടുവകളെ തിരയാൻ വേണ്ടിയാണ് സുരേന്ദ്രനെയും വിക്രത്തിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കടുവകൾ ഒരുപക്ഷെ ആനയ്ക്ക് നേരെ അങ്ങനെ ചാർജ് ചെയ്ത് വരില്ല എന്നൊക്കെയുള്ള പ്രതീക്ഷ ഉണ്ടാവണം, എന്നൊക്കെയുള്ള ഒരു പ്രകൃതി നിയമം കൊണ്ടുകൊണ്ട് ആകണം ഈ പറയുന്ന കുങ്കിയാനകളെ ഈ ദൗത്യത്തിൽ നിയുക്തരാക്കുന്നത്. സുർജിത്ത്, കടുവകളെ തിരയാൻ നേരത്തെയും കുങ്കിയാനകളെ നിയുക്തരാക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആ ഒരു സ്ട്രാറ്റജി? ഈ വാഗേരിയിൽ പ്രജീഷ് കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രജീഷ് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇങ്ങനെ സമാനമായ രീതിയിൽ തന്നെ 2 കുങ്കിയാനകൾ ഇറക്കിയിരുന്നു. അന്ന് വിക്രമും ഭരതുമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും വിക്രം ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ 2 കുങ്കിയാനകൾ ഇറക്കിക്കൊണ്ട് തിരച്ചിൽ നടത്തിയിരുന്നു. അതെല്ലാം തന്നെ ഗുണപരമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ കടുവ പെട്ടെന്ന് ഈ നേർക്ക് എത്തില്ല എന്നുള്ളതാണ് ആശ്വാസകരം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ദൗത്യം നടപ്പാക്കാൻ വനം വകുപ്പ് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ദൗത്യത്തിലേക്ക് വനം വകുപ്പ് കടന്നിട്ടുള്ളതും. ഇപ്പോൾ അതിന്റെ ബേസ് ക്യാമ്പിൽ, ഇവിടുത്തെ ഒരു വീടാണ്, വാത്തറുടെ വീടാണ് വനം വകുപ്പ് ബേസ് ക്യാമ്പായി ഉപയോഗിക്കുന്നത്. ആ ബേസ് ക്യാമ്പിലേക്ക് ഒരു കുങ്കിയാനയെ എത്തിച്ചു. ഇനി അടുത്ത കുങ്കിയാനയെ വൈകാതെ തന്നെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ആ ദൗത്യം ഇന്ന് തന്നെ നടപ്പാക്കാനുള്ള ശ്രമം തന്നെയാണ് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഒരു പക്ഷേ 2 കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ തോട്ടം മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഹാഷ്മി, വിക്രമാണ് എത്തിയിരിക്കുന്നത്. വിക്രം അവിടെ തിരയുകയാണ്. നാട്ടിൽ അവിടെ എവിടെയോ ഉണ്ട് ഈ കടുവ. അമരക്കുനിയിൽ ഇറങ്ങിയ കടുവ അവിടെ വിട്ട് പോയിട്ടില്ല, അവിടെ എവിടെയോ ഉണ്ട്. നാട്ടുകാർ വലിയ ഭീതിയിലാണ്, വലിയ ആശങ്കയിലാണ്. അതിനിടയിൽ അനൗൺസ്മെൻറ്റ്, നാട്ടുകാർ സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം തുടങ്ങിയ അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. നാട്ടുകാർ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കുകയാണ്. കടുവ അവിടെ ഉണ്ട് എന്ന കാര്യം ഉറപ്പിക്കുന്നുണ്ട്, സ്ഥിരീകരിക്കുന്നുണ്ട്. പുൽപ്പള്ളി അമരക്കുനിയിലാണ് ജനവാസ മേഖലയിലേക്ക് ഈ കടുവ ഇറങ്ങിയത്. അതിനെ പിടികൂടാനുള്ള ശ്രമമാണിപ്പോൾ ശക്തമായി തന്നെ നടക്കുന്നത്. തെരച്ചിലിനായി മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കിയാനകളായ വിക്രമിനെയും സുരേന്ദ്രനെയും എത്തിച്ചിട്ടുണ്ട്. കണ്ടെത്തിയാൽ ഡോക്ടർ അരുൺ സക്കറുടെ നേതൃത്വത്തിൽ കടുവയെ മയക്കൂടി വെക്കാനാണ് തീരുമാനം. നേരത്തെ അരുൺ സക്കറിയൊക്കെ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനിടയിലാണ് ഈ കടുവ എവിടെയുണ്ട് എന്നറിയാൻ വേണ്ടി നമ്മുടെ വിക്രത്തിനെ ഇറക്കിയുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അക്രമകാരികളായ വന്യമൃഗങ്ങളെ നേരിടാൻ പ്രത്യേക പരിശീലനം നേടിയ ആളാണ് വിക്രമും സുരേന്ദ്രനും അടക്കമുള്ളവർ. വിക്രം കുറച്ചുകൂടി അതിൽ അഗ്രഗണ്യനാണ്. കാര്യം ഒരു കാലത്ത് അവൻ അക്രമകാരിയായ ഒരു കാട്ടാന, നാടിനെ വറപ്പിച്ച ഒരു കാട്ടാനയായിരുന്നു. ചെറിയ വറപ്പിക്കലല്ല, നല്ല കാര്യമായി തന്നെ ജനോപദ്രവം ഉണ്ടാക്കുകയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കൃഷിയൊക്കെ നശിപ്പിക്കുകയും ചെയ്ത മുട്ടിക്കൊമ്പൻ്റെ കമ്പനിയായിരുന്നു അന്ന് ഈ വടക്കനാടൻ കൊമ്പൻ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വിക്രമൻ അന്നുണ്ടായിരുന്ന മുട്ടിക്കൊമ്പൻ എന്നൊരു കമ്പനിയായിരുന്നു. വിക്രമനെ പിടിച്ച് മെരുക്കി കുങ്കിയാനൊക്കെ ആക്കിയപ്പോഴേക്കും മുട്ടിക്കൊമ്പൻ്റെ ആ പഴയ പ്രഭാവമൊക്കെ നഷ്ടപ്പെട്ടവൻ ശക്തി ക്ഷയിച്ച് കാടിൻ്റെ ഉള്ളകങ്ങളിലേക്ക് ഇവിടെ പോയി. പിന്നെ മുട്ടിക്കമ്പനെ പറ്റി അധികം ആരും അങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ല എന്നാണ് കേൾവി. അപ്പോൾ എന്തായാലും അങ്ങനെ ഭൂതകാലത്ത് അക്രമിയായ കാട്ടാനയുടെ എല്ലാവിധ അനുഭവപരിചയമുള്ള ഇവൻ വിക്രം ഇപ്പോൾ കുങ്കിയാനായി ഇവിടെ അതുവഴി കാടുകളിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും കടുവയെ തിരഞ്ഞിപ്പോൾ നടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അമരക്കുനിയിൽ കടുവാപ്പേടി ഒഴിയുന്നതേയില്ല. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലുണ്ട്. കുറേ നാളെ അമരക്കുനി ജനവാസ മേഖലയിൽ കുറേ അധികം നാളായി കടുവയെ
മയക്കോടി വെച്ച് പിടിക്കാനുള്ള തീരുമാനം നടപ്പാവാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷമാണ് മയക്കോടി വെക്കുക എന്ന തീരുമാനത്തിലേക്കൊക്കെ എത്തിയത്. കടുവ കൂട്ടിൽ കയറാതിരുന്നാൽ മയക്കോടി വെച്ച് പിടികൂടുമെന്ന് DFO അടക്കം നേരത്തെ ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി നടപ്പാക്കാത്തതിലൊക്കെ ഉള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മയക്കോടി വെക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. മാത്രമല്ല കടുവ മയക്കോടി വെച്ച് പിടിക്കണം എന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി റേഞ്ച് ഓഫീസ് മാർച്ച് നടത്തുകയും ഒക്കെ റേഞ്ച് ഓഫീസറെ 2 മണിക്കൂർ തടഞ്ഞു വെക്കുന്ന പശ്ചാത്തലമൊക്കെ അവിടെ ഉണ്ടായി. തുടർന്നാണ് മയക്കുപിടി എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും കടുവ ഇപ്പോൾ കൺവെട്ടത്തില്ല. ആ കടുവയെ തിരയുകയാണ് ഇപ്പോൾ കുങ്കിയാനകൾ. കടുവ അമരക്കുനി അല്ലെങ്കിൽ പുൽപ്പള്ളി അമരക്കുനിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നു വിലസുന്ന കടുവയെ പിടികൂടാനാവാതെ ഈ സമയം അത്രയും വട്ടം ചുറ്റിയാണ് വനംവകുപ്പ് എന്ന് ഉറപ്പായും പറയാം. ഈ കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് അവസാനമായി കടുവ ഒരു ആടിനെ ഞാൻ കൊന്നു തിന്നത്. വീണ്ടും എന്താണ് കടുവ ആ മേഖലയിലേക്ക് ഇറങ്ങിയാൽ കാലിത്തൊഴുത്തുകളിലേക്ക് എത്തും എന്ന ആ പ്രദേശവാസികൾക്ക് ന്യായയുക്തമായ ശരിയായ ആശങ്ക അവർക്കുണ്ട്. കടുവയെ പിടികൂടുന്നതിനായി നേരത്തെ കൂട് സ്ഥാപിച്ച് പലയിടങ്ങളിൽ 1-2 സ്ഥലങ്ങളിൽ കൂട് സ്ഥാപിച്ച് വനപാലകർ അവിടെ കാത്തിരുന്നെങ്കിലും കുറച്ച് ബുദ്ധിമാനായ കടുവ ആ കൂട്ടിലൊന്നും കയറാൻ എന്തായാലും തയ്യാറായില്ല. കടുവ ജനവാസ മേഖലയിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെയുണ്ട്. പക്ഷേ കടുവ കൂട്ടിലേക്ക് കയറുന്നില്ല. ആ സാഹചര്യത്തിലാണ് കടുവയെ മയക്കോടി വെച്ച് പിടികൂടണം നാട്ടുകാരുടെ ആവശ്യം ശക്തമായത്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കടുവയെ പ്രദേശത്ത് കണ്ടവരുണ്ട്. കടുവ ആ കന്നാരമ്പുഴ റോഡ് മുറിച്ചു കടക്കുന്ന ഒരു കാഴ്ച വഴിയാത്രക്കാരൻ കണ്ടിരുന്നു. ബുധനാഴ്ച വൈകിട്ട് കൃഷിയിടത്തിൽ കണ്ടതൊഴിച്ചാൽ അമരക്കുനിയിൽ കടുവ പകൽ മുഴുവൻ ഏതാണ്ട് കാണാമറയത്താണ് എന്ന ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ ആ മേഖല കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ്. ആ കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശത്തിൽ എവിടെയോ കടുവ ഉണ്ട് എന്ന കാര്യം ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വനം വകുപ്പിൻ്റെ അനൗൺസ്മെൻ്റൊക്കെ നമ്മൾ കേട്ടത്. അവിടെ വിക്രം അങ്ങനെ നിൽക്കുകയാണ്. വിക്രം സുർജിത്ത് അയ്യപ്പത്ത്. സുർജിത്ത്, വിക്രത്തിൻ്റെ ഭാവം എന്താണ്? വിക്രമത്തിന് കടുവയെ കണ്ടെത്താൻ കഴിയും എന്നതാണോ വനം വകുപ്പിൻ്റെ പ്രതീക്ഷ? ഹാഷ്മി, ഇപ്പോൾ നിലവിൽ ഒരു ബേസ് ക്യാമ്പായി ഉപയോഗിക്കുന്ന ഒരു വാച്ചറുടെ വീടിന്റെ പരിസരമാണ്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ആടിനെ പിടിച്ചിട്ട ആ സ്ഥലമുള്ളത്. അതിനെ കെണിയായി വെച്ചുകൊണ്ട് തന്നെയാണ് കൂടൊരുക്കിയിട്ടുള്ളത്. പക്ഷെ കൂട്ടിൽ ആന കയറുന്നില്ല. ഇന്ന് 6ാം ദിവസമായിരിക്കുന്നു. കടുവ കൂട്ടിൽ കയറുന്നില്ല. ആ പശ്ചാത്തലമാണുള്ളത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുന്ന നടപടിയിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് വനംവകുപ്പ് തെരച്ചിൽ നടത്തുന്നത്. അതായത് ബേസ് ക്യാമ്പിൽ DFO അജിത് കെ രാമനുണ്ട്. നേരിട്ട് അദ്ദേഹമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മാത്രമല്ല ഡോക്ടർ അരുൺ ചക്കറിയ ഇവിടെ എത്തിയിട്ടുണ്ട്. ബയോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ട്. റേഞ്ച് ഓഫീസർ രാജീവ് ഉണ്ട്. അങ്ങനെ അവരുടെ നേതൃത്വത്തിലാണ് ഈ ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ 2 സംഘങ്ങളായി തെരച്ചിൽ നടത്തുകയാണ്. ഏതാണ്ട് ഒരു 2 കിലോമീറ്ററിനപ്പുറം പൂർണ്ണമായും വനമേഖലയാണ്. അതായത് വയനാട് വൈൽഡ് ലൈഫിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ആ വനമേഖലയിലേക്ക് കടുവ വലിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള ഉൾപ്പെടെയുള്ള സംശയവുമുണ്ട്. പക്ഷേ ഇന്ന് ക്യാമറ ട്രാപ്പും അതോടൊപ്പം തന്നെ ലൈവ് ക്യാമറയും പരിശോധന നടത്തിയതാണ്. ആ പരിശോധന നടത്തിയപ്പോൾ അതിനകത്ത് ദൃശ്യങ്ങളോ ചിത്രങ്ങളോ ഇന്ന് ലഭിച്ചിട്ടില്ല. അതായത് 6ാം ദിവസമാണ് ഇന്ന്. ആദ്യം ഇവിടെ പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന നാരകത്തറയിൽ ജോസഫിന്റെ പറമ്പിൽ നിന്ന്, അവരുടെ തൊട്ടിൽ നിന്നാണ് ഈ കടുവ ആദ്യമായി ഒരു ജമുനാപ്യാരി ഇനത്തിലുള്ള ഒരു ആടിനെ വലിച്ചിഴച്ച് കൊന്ന് ഇട്ടത്. അവിടെയാണ് ആദ്യം കൂട് വെച്ചത്. അതിനുശേഷം അതിന്റെ 2 ദിവസം പിന്നിടുന്ന ആ ഘട്ടത്തിൽ അടുത്ത ഇടം, അതായത് അടുത്ത് ഈ അമരക്കുനി ജംഗ്ഷന് അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് അടുത്തുള്ള ഒരു രതികുമാർ എന്ന ആളുടെ വീടിന്റെ തൊഴുത്തിൽ നിന്ന് ആടിന്റെ കയർ ഉൾപ്പെടെ വലിച്ചു പൊട്ടിച്ച് ഇതിനെ കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതും അവിടെ ഏതാണ്ട് ഒരു 50 മീറ്റർ മാത്രം, വീടിന്റെ അവിടെ നിന്ന് 50 മീറ്റർ മാത്രമുള്ള തോട്ടത്തിനകത്താണ് ജഡം കണ്ടിരുന്നത്. അതിനെ ഇരയാക്കി വെച്ചുകൊണ്ട് കൂട് സ്ഥാപിക്കുകയാണ് വനംവകുപ്പ് ചെയ്തിട്ടുള്ളത്. കൂട് സ്ഥാപിച്ചു. മാത്രമല്ല ലൈവ് ക്യാമറകളുണ്ട്. ചുറ്റുവട്ടത്തെല്ലാം തന്നെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കടുവയുടെ ദൃശ്യങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നു. പക്ഷേ ഇന്നലത്തെ പരിശോധനയിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പഗ്മാർക്ക് അടക്കം, അതായത് കടുവയുടെ ഫുട്പ്രിന്റ് ഒപ്പം തന്നെ കടുവ കിടന്നിരുന്ന സ്ഥലമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും. അത്തരം സ്ഥലങ്ങൾ, ചതുപ്പ് നിലങ്ങൾ, കുറ്റിക്കാടുകൾ, ഇതെല്ലാം തന്നെ അരിച്ചു പെറുക്കിക്കൊണ്ടുള്ള ഒരു ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ നടപടികൾ വേഗത്തിലായിരിക്കുന്നത് ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിന്റെ ഭാഗമായാണ്. ഇന്നലെ നടന്ന ഉന്നതതല യോഗത്തിൽ പ്രമോദ് ജി കൃഷ്ണൻ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ നേരിട്ട് പങ്കെടുത്തു. മാത്രമല്ല ഇവിടുത്തെ DFOമാർ, CCF KS ദീപ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും ഇവിടുത്തെ DFOമാരും വൈൽഡ് ലൈഫ് വാർഡനും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഈ കോൺഫ്ലിക്റ്റുള്ള, അതായത് പ്രശ്നങ്ങളുള്ള പ്രദേശങ്ങളിലെ റേഞ്ച് ഓഫീസർമാരും ആ യോഗത്തിൽ പങ്കെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ ഇന്ന് വേഗത്തിലായിരിക്കുന്നത്. ഇന്നലെ നടന്ന യോഗത്തെ തുടർന്നാണ് ഡോക്ടർ അരുൺ ചക്കരയെ നിയോഗിച്ച് മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് എത്തുകയും പിന്നീട് 2 കുങ്കിയാനകൾ ഇന്ന് രാവിലെ ആ തെരച്ചിൽ ദൗത്യം തുടങ്ങി. പക്ഷേ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള ആ ദൗത്യം ഇന്ന് രാവിലെ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ വേഗത്തിൽ തന്നെ ഈ
ബത്തേരിയിലുള്ള വൈൽഡ് ലൈഫ് വാർഡന് ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ കുങ്കിയാനകളെ ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. ആദ്യം ഇപ്പോൾ എത്തിച്ചിരുന്നത് ഈ വടക്കനാടൻ കൊമ്പൻ എന്ന പേരുള്ള 1999 വനംവകുപ്പ് പിടിച്ച, അതായത് ആ പ്രദേശത്ത് വാഗേരിയും അതോടൊപ്പം തന്നെ വള്ളുവാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആ മേഖലയെ വിറപ്പിച്ച, ഒരു കാലത്ത് ഗജ കേസരി എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന ആ തരത്തിലുള്ള ഒരു കൊമ്പനായിരുന്നു ഇത്. വലിയ ആ ഒരു കാട്ടാനയെ പിന്നീട് പിടികൂടി മെരുക്കി ചട്ടം പഠിപ്പിച്ച് അതിനെ കുങ്കിയാനയാക്കി മാറ്റുകയായിരുന്നു. ആ വടക്കനാടൻ കൊമ്പൻ എന്ന വിക്രമനെയാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. പല ദൗത്യങ്ങളിലും തണ്ണീർക്കൊമ്പൻ ദൗത്യം, അതോടൊപ്പം തന്നെ ഇതിനൊപ്പം അരിക്കൊമ്പൻ ദൗത്യം, ഇതിലെല്ലാം തന്നെ പങ്കാളികളായിട്ടുള്ള ഒരു കൊമ്പനാണ് ഈ വിക്രം എന്ന് പറയുന്നത്. സമാനമായ സ്ഥിതി തന്നെയാണ് ഈ കോന്നി സുരേന്ദ്രൻ എന്ന് പറയുന്ന ആന. അത് ലാഹാവനത്തിൽ നിന്നാണ് ആനയെ കിട്ടുന്നത്. കുട്ടിയാനയായിരിക്കുമ്പോൾ തന്നെ, തള്ളയാന ചെരിഞ്ഞു, കുട്ടിയാനയായിരിക്കുമ്പോൾ തന്നെ വനംവകുപ്പ് എടുത്ത് വളർത്തി അതിനെ ചട്ടം പഠിപ്പിച്ചു. മുതുമലയിൽ ഉൾപ്പെടെ ചട്ടം പഠിപ്പിച്ചു. അതിനുശേഷം മുത്തങ്ങയിലേക്ക് എത്തിച്ചു. അങ്ങനെയാണ് ആ വിക്രം എന്ന് പറയുന്ന കൊമ്പനും ഒപ്പം തന്നെ കോന്നി സുരേന്ദ്രനും ഇവിടേക്ക് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതുപോലെ ധാരാളം കുങ്കിയാനകൾ ഈ ഇവിടുത്തെ വനംവകുപ്പിന്റെ വൈൽഡ് ലൈഫിന് കീഴിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം ദൗത്യങ്ങളിൽ കടുവ ഉൾപ്പെടെയുള്ള തെരയാനുള്ള ദൗത്യങ്ങളിൽ വേഗത്തിൽ തന്നെ തെരച്ചിൽ നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മാത്രമല്ല ഈ ആനയായതിനാൽ തന്നെ കടുവ ഇവിടേക്ക് ചാർജ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകില്ല. നിലവിൽ ഈ കടുവയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഘട്ടത്തിൽ വ്യക്തമായിട്ടുള്ള കാര്യം അത് ആരോഗ്യ പ്രശ്നങ്ങളുള്ള കടുവയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വ്യക്തത വനംവകുപ്പിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവയാണിത്. കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ കടുവ ഒരുപക്ഷെ ഈ കർണാടകയുടെ വനമേഖലയിൽ നിന്ന് ഇവിടേക്ക് എത്തിയതാകാം എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. അത് എന്തായാലും ആ ഒരു ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യത്തിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഡിഎഫ്ഒ ഇവിടെയുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ പ്രതികരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.